ഒരു സമ്പന്നനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു മകളുണ്ട്. ആ മകളല്ലാതെ വേറൊരു മക്കളും ആ രാജാവിനില്ല. ഏക മകളായത് കാരണം ആ മകളെ പൊന്നുപോലെ വളർത്തി, വല്ലാതെ സ്നേഹം കൊടുത്തു. അങ്ങനെ കുറച്ചങ്ങനെ കഴിഞ്ഞു. ആ രാജാവിന്റെ തൊട്ടടുത്ത് ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു രാത്രി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ. അതിൽ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്നുണ്ട്. ഈ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ഫസമിഅത്തിൽ ജാരിയത്തു ഖിറാഅതഹു. ആ ആബിദായ മനുഷ്യൻ ഇങ്ങനെ ഓതുന്നത് ഈ പൊന്നുമോൾ കേട്ടു. ആ സമയം ആ പൊന്നുമോൾ തന്റെ തോഴിമാലത്ത് കൊണ്ട് കളിക്കുകയാണ്. ഈ ആബിദായ മനുഷ്യന്റെ ഖിറാഅത്ത് കേട്ടപ്പോ ആ പൊന്നുമോൾ തന്റെ തോഴിമാരോട് പറഞ്ഞു, കുഫൂ, കളിയൊന്ന് നിർത്തണേ, കുറച്ചു നേരം കളിയൊന്ന് നിർത്തണേ. അവരാരും കളി തമാശകൾ നിർത്തിയില്ല. അങ്ങനെ വീണ്ടും ആ ആബിദായ മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ അതങ്ങനെ ആവർത്തിക്കുകയാണ്. ഈ പെൺകുട്ടിയാണെങ്കിലോ തന്റെ തോഴിമാരോട് ആ കളി തമാശകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അവരൊന്നും കേൾക്കുന്നില്ല. തന്റെ കുപ്പായം അങ്ങോട്ട് കീറാൻ തുടങ്ങി. ഇത് തോഴിമാര് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ബാപ്പാന്റെ അടുത്ത് ചെന്ന്, ആ രാജാവിന്റെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. തന്റെ പൊന്നുമോൾ അടുത്തേക്ക് ആ രാജാവ് കടന്നു വന്നു. എന്ത് പറ്റിപ്പോയി മോളെ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്ത് സംഭവിച്ചു പോയി? ആ സമയത്ത് ആ പൊന്നുമോള് ചോദിച്ചു, മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കുന്ന ഒരു വീട് അല്ലാഹുവിനുണ്ടോ? ആ ഉപ്പ പറഞ്ഞു, ഞാൻ അതേ മോളെ ഉണ്ട്. ആ സമയത്ത് ആ പൊന്നുമോള് വാവിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കാണ്, ഇത്ര കാലം എന്നോട് ഇത് മറച്ചു വെച്ചതെന്തേ? ഈ ഒരു നരകത്തെ കുറിച്ച് നിങ്ങൾ എന്തേ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഇന്നു മുതൽ സുഭിക്ഷമായ ഭക്ഷണം ഞാൻ കഴിക്കില്ല. ലോലമായ ഒരു വസ്ത്രത്തിലും ഒരു വിരിപ്പിലും ഞാൻ കിടക്കൂല. ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ ചെന്നെത്തുക എന്നറിയാതെ ഒരു സുഖങ്ങളും എനിക്ക് വേണ്ട, ഒരു നല്ല ഭക്ഷണവും എനിക്ക് വേണ്ട, ഒരു കളി തമാശകളിലും ഞാനില്ല.